സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. മികച്ച പാർലമെൻറ്റേറിയൻ, മുൻ മന്ത്രി, RSP സെൻട്രൽ സെക്രട്ടേറിയറ്റ് അംഗവുമായ ശ്രീ NK പ്രേമചന്ദ്രനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ NK പ്രേമചന്ദ്രൻ. ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ. ഇപ്പം തന്നെ കഴിഞ്ഞ 16ാം ലോക്സഭയിലെ ബെസ്റ്റ് ഡിബേറ്ററിനുള്ള അവാർഡ് വാങ്ങിയിട്ടാണ് ഈ വേദിയിലേക്ക് വരുന്നത്. മാത്രമല്ല ഈ ലോക്സഭയിലെ ഏറ്റവും മികച്ച, അതായത് ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള MP-മാരുടെ 25 പേരിലെ ആദ്യത്തെ 5 പേരിൽ 4ാമനായി വന്നിരിക്കുന്നു. വേറെ ആരും കേരളത്തിൽ നിന്നില്ല. അന്നേരം ഇതിനെല്ലാം അഭിനന്ദനങ്ങൾ. എന്താണ് ഈ അവാർഡിൻ്റെയൊക്കെ ഒരു സവിശേഷതയെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് പറഞ്ഞാൽ കൊള്ളാം. കഴിഞ്ഞ 16ാം ലോക്സഭയിൽ ദേശീയ തലത്തിൽ തന്നെയുള്ള 4-5 പുരസ്കാരങ്ങൾ, ബെസ്റ്റ് പാർലമെൻറ്റേറിയൻ അവാർഡ്, ലോക്മത് അവാർഡ്, എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും മികവുറ്റ ഒരു അംഗീകാരം അതായിരുന്നു. കാരണം ഇന്ത്യയിലെ സഖാവ് സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള 10 പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഒക്കെ ഒരു ജൂറി നിർണയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡാണ് ബെസ്റ്റ് പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ. അത് ലോക്മത് മീഡിയ ഗ്രൂപ്പ് ഏർപ്പെടുത്തിയതായിരുന്നു. അതിനുശേഷം ഫെയിം ഇന്ത്യ, ഏഷ്യ ഗ്രൂപ്പും ഫെയിം ഇന്ത്യയും കൂടി സംയുക്തമായി നടത്തിയിട്ടുള്ള സംരംഭത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവാർഡ് 2 പ്രാവശ്യം. അതിലൊരു അവാർഡ്, ആ പുരസ്കാരം ഈ മാസം 31-ാം തീയതി വിജ്ഞാൻ ഭവനിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വെച്ച് വിതരണം. അതാണ് ഇപ്പോൾ ഈ 25 പേരുള്ള 25, അത് വിവിധ കാറ്റഗറികളിലായി 25 പേരെ തിരഞ്ഞെടുത്തു. അതിൽ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ MP എന്ന നിലയിലുള്ള കാറ്റഗറിയിലാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഓരോ കാറ്റഗറിയിലാണ് ഓരോരുത്തരെയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. കൂടാതെ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ നേതൃത്വത്തിൽ, കാർമ്മികത്വത്തിൽ ആരംഭിച്ച പ്രൈം പോയിന്റ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ, ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന, അത് 16ാം ലോക്സഭയിലെ ഏറ്റവും മികവുറ്റ ഡിബേറ്റർ, ദ ബെസ്റ്റ് ഡിബേറ്റർ ഓഫ് 16th ലോക്സഭ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണ് സത്യത്തിൽ ഇന്ന് ചെന്നൈയിൽ നിന്ന് വാങ്ങി. അത് തമിഴ്നാട് ഗവർണറാണ് തന്നത്. നേരത്തെ ആദ്യത്തെ ലോക്മത് അവാർഡ് നൽകിയത് മുൻ ഉപരാഷ്ട്രപതി ഡോക്ടർ ഹമീദ് അൻസാരി ആയിരുന്നു. മറ്റൊരു അവാർഡ് തന്നത് കേന്ദ്രമന്ത്രി ശ്രീ ഹർഷ് വർദ്ധൻ ആയിരുന്നു. മിക്കവാറും അതിലെ ലോക്മത് അവാർഡ് മിക്കവാറും ഇന്ത്യയിലെ മുഴുവൻ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൻ്റെയും, സീതാറാം യെച്ചൂരി, D രാജ, അതുപോലെ തന്നെ മൻമോഹൻ സിംഗ്, വെങ്കയ്യ നായിഡു തുടങ്ങിയിട്ടുള്ള മുൻ HT ദേവഗൗഡ ഉൾപ്പെടെയുള്ള ഒരു വലിയ നേതൃനിരയുടെ സാന്നിധ്യത്തിലാണ് ലോക്മത് മീഡിയ ഗ്രൂപ്പ് ഏർപ്പെടുത്തിയ ബെസ്റ്റ് പാർലമെൻറ്റേറിയൻ അവാർഡ് ആദ്യമായിട്ട് എനിക്ക് ലഭിക്കും. എന്തായാലും താങ്കളുടെ കഠിനാധ്വാനത്തിന് എപ്പോഴും ഒരു അംഗീകാരം കിട്ടുന്ന വലിയ കാര്യമാണ്. അല്ല, എനിക്കതിനുള്ള ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ 16ാം ലോക്സഭയിൽ സത്യത്തിൽ നല്ലതുപോലെ, നേരത്തെ രാജേഷ് സൂചിപ്പിച്ചതുപോലെ, നല്ലതുപോലെ ഹോംവർക്ക് ചെയ്ത്, നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ട്. കാരണം ഈ പറയുന്ന ഏജൻസീസോ ഈ പറയുന്ന ഗ്രൂപ്പ്സുമായിട്ടും ഇതെല്ലാം മിക്കവാറും നോർത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങളാണ്. നമുക്ക് യാതൊരു ബന്ധമോ പരിചയമോ ഒന്നുമില്ല. അപ്പോൾ മാത്രമല്ല, ഞാനൊരു സിംഗിൾ മെമ്പർ ആണ്, ഒരു പാർട്ടിയുടെ ഏകാംഗ പ്രതിനിധി കൂടിയായിട്ടും അവർ ആ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതൊരു വലിയ സാറ്റിസ്ഫാക്ഷനാണ്. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, താങ്കളുടെ പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും അംഗമായിട്ടുള്ള ആളാണ്. ഈ ഏക അംഗമാണ് RSPയുടെ പ്രതിനിധിയാണ്. അന്നേരം ഇത് സമയം കിട്ടുന്ന കാര്യത്തിലൊക്കെ എങ്ങനെയാണ് സംസാരിക്കാനൊക്കെ? സമയം കിട്ടുന്നത് ഏകാംഗമായതുകൊണ്ട്, അല്ലെങ്കിൽ പാർട്ടി എന്ന നിലയിൽ മിക്കവാറും എല്ലാ ഡിബേറ്റുകളിലും സംസാരിക്കാനുള്ള സമയം കിട്ടും. പക്ഷേ ആ സമയം എന്ന് പറയുന്നത് 1 മിനിറ്റോ 2 മിനിറ്റോ ആണ്. പക്ഷേ അതല്ല ഞാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ റൂൾസ് ആൻഡ് പ്രൊസീജിയറും കോൺസ്റ്റിറ്റ്യൂഷനും, ഭരണഘടനയും സഭാ നടപടിക്രമങ്ങളും ചട്ടങ്ങളും നല്ലതുപോലെ അറിയാമെങ്കിൽ നമുക്ക് സമയം ലഭിക്കാനുള്ള ധാരാളം സാഹചര്യം. ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പം മുത്തലാഖ് ബില്ലിൻ്റെ ചർച്ചയിൽ ഞാൻ 16-ഉം 6-ഉം 22 മിനിറ്റ് നേരം മുത്തലാഖ് ബില്ലിൽ ചർച്ച ചെയ്തു. പാർട്ടി സമയമല്ലത്. കാരണം കേന്ദ്ര ഗവൺമെൻറ് മുത്തലാഖ് നിയമത്തിന്മേലൊരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചപ്പോൾ ഞാൻ ഓർഡിനൻസിന്മേലുള്ള നിരാകരണ പ്രമേയം കൊടുത്തു. ബില്ലും നിരാകരണ പ്രമേയം, ഡിസപ്രൂവൽ റെസൊല്യൂഷനും ബില്ലും ഒരുമിച്ചാണ് സഭയിൽ വരുന്നത്. ആദ്യം ഡിബേറ്റ് ഓപ്പൺ ചെയ്യുന്നത് നിരാകരണ പ്രമേയമാണ്. അപ്പോൾ അത് ആ ചട്ടമനുസരിച്ച്, റൂൾ അനുസരിച്ച് കൃത്യമായി ഡിസപ്രൂവൽ റെസൊല്യൂഷൻ നോട്ടീസ് കൊടുത്താൽ എന്നെ വിളിച്ചേ വെക്കൂ. ആ റൂൾ അനുസരിച്ച് അവതരിപ്പിക്കുന്നയാളിന് ഏറ്റവും കുറഞ്ഞത് 15 മിനിറ്റിൽ കുറയാതെ സംസാരിക്കാനുള്ള അവസരമുണ്ട്. മാത്രവുമല്ല, ബില്ലിന്മേലുള്ള ചർച്ചയും ഓർഡിനൻസിന്മേലുള്ള ചർച്ചയും കഴിഞ്ഞ് മന്ത്രി മറുപടി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിരാകരണ പ്രമേയത്തിൻ്റെ അവതാരകനായിട്ടുള്ള അംഗത്തിന് വീണ്ടും മറുപടി പറയാനുള്ള അവസരമുണ്ട്. ഈ ലോക്സഭയിലുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിൽ ഒരു പ്രത്യേക തീർച്ചയായും. കാരണം ചട്ടങ്ങളും പിന്നെ പോയിന്റ് ഓഫ് ഓർഡർ, അതുപോലെ ബിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയും ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസും, നിയമനിർമ്മാണാധികാരത്തിൻ്റെ പരിധിയിലുള്ള നിയമമാണോ ഗവൺമെൻറ് അവതരിപ്പിച്ചിരിക്കുന്നത്, അതിനൊന്നും കക്ഷിയുടെ ബലമല്ല.
അതിന് നമ്മൾ നോട്ടീസ് കൊടുത്താൽ ആ പ്രൊവിഷൻസ് കാണിച്ച്, റൂളും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസും കാണിച്ച് ബില്ല് അവതരിപ്പിക്കുന്ന ദിവസം രാവിലെ 10 മണിക്ക് മുമ്പ് നോട്ടീസ് കൊടുത്താൽ ബില്ല് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒബ്ജക്ഷൻ വിളിക്കും. അതൊന്നും പാർട്ടി സ്ട്രെങ്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഈ ചട്ടങ്ങൾ നന്നായി പഠിച്ചാലേ ഈ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ചട്ടങ്ങൾ നന്നായി പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യവസ്ഥകൾ ബോധ്യപ്പെടുകയും ചെയ്ത് സമയോചിതമായിട്ടുള്ള ഇടപെടൽ നടത്തിയാൽ ധാരാളം അവസരങ്ങൾ കിട്ടും. അത് ചെറിയ പാർട്ടിയുടെ പ്രതിനിധിയാണെങ്കിൽ പോലും. അതുപോലെ ഒരുപാട് ഘട്ടങ്ങളിൽ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ ഫിനാൻസ് ബിൽ ഏറ്റവും കൂടുതൽ പാർലമെൻ്ററി അനുഭവത്തിൽ വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിയതാണ്. കാരണം എല്ലാ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളും മണി ബില്ലായി ശ്രീ അരുൺ ജെയ്റ്റ്ലി പാർലമെൻറ്റിൽ കൊണ്ടുവന്നപ്പോൾ സത്യത്തിൽ അത് ഇന്ത്യൻ പാർലമെൻ്ററി ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പാർലമെൻറ്റിൻ്റെ സകല കീഴ്വഴക്കങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്, ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും നിയമനിർമ്മാണം മുഴുവൻ മണി ബില്ലിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നു. അതിന് ഒബ്ജക്ഷൻ ഉന്നയിച്ചുകൊണ്ട് ഒരു ദിവസം മുഴുവൻ വലിയ ഡിസ്കഷൻ നടന്നു. ഞാനാണ് ഡിസ്കഷൻ ഓപ്പൺ ചെയ്തത്. അതിന് മറുപടി പറയാനുള്ള അവസരമുണ്ടായി. അവസാനം ആദ്യത്തെ ദിവസം ശ്രീ അരുൺ ജെയ്റ്റ്ലി തന്നെ ഞാനുമായി വാദിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞതിനെ നിരാകരിച്ച് അരുൺ ജെയ്റ്റ്ലി പിറ്റേ ദിവസം ഫിനാൻസ് ബില്ലിൻ്റെ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞത് ശരിയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞത് വീട്ടിൽ പോയി നോക്കിയപ്പോൾ അയാൾ പരിശോധിച്ചപ്പോൾ അതിൽ എന്നാലും അദ്ദേഹത്തിൻ്റെ ഭാഗം ന്യായീകരിച്ചെങ്കിൽ പോലും അത് റെക്കഗ്നൈസ് ചെയ്തു, അത് തുറന്നു പറഞ്ഞു. അങ്ങനെയുള്ള ഒരുപാട് റെക്കഗ്നേഷൻസ് സഭയിൽ അകത്ത് നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ലോക്സഭയുടെ കാലാവധി ഏറെക്കുറെ അവസാനിക്കാറായി രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ടേം തീരുകയാണ്. എങ്ങനെയുണ്ട്? മോദിയുടെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് വശം കണ്ടിട്ടുണ്ടോ? നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഒരു 5 വർഷക്കാലം പൂർത്തീകരിച്ചില്ല, 2-3 മാസക്കാലം ഉണ്ടെങ്കിൽ പോലും ഒരു പോസിറ്റീവ് പെർഫോമൻസായി പറയാൻ വേണ്ടിയിട്ട് സത്യത്തിലൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗശൈലിയും ആംഗ്യഭാഷയും പ്രസംഗശൈലിയും എന്നതിനപ്പുറത്തേക്ക് ഫലപ്രദമായി ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിക്കുമ്പോൾ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഫെയിലൂറായിരുന്നു. അതിലൊരു നല്ല കമ്പാരിസൺ നടത്താൻ പറ്റും. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള 2004-14 വരെയുള്ള 10 വർഷത്തെ UPA ഗവൺമെൻറ്റും ഈ ഗവൺമെൻറ് 14 മുതൽ ഇപ്പോൾ 19 വരെയുള്ള നരേന്ദ്രമോദി ഗവൺമെൻറ്റും കമ്പയർ ചെയ്യുമ്പോൾ വാചാലമായി വർത്തമാനം പറയുന്ന നരേന്ദ്രമോദി പ്രവൃത്തി പദത്തിൽ 100% പരാജയപ്പെടുമ്പോൾ പരിമിതമായി മാത്രം സംസാരിക്കുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഭരണരംഗത്ത് നിർവഹിക്കാൻ കഴിയും. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ഒരു നില മെച്ചപ്പെടുകയും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ മോദി ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ ഒരു മികവ് അല്ലെങ്കിൽ ഇന്ത്യ ദേശീയ ലോകതലത്തിൽ ഒരു വലിയ ലീഡറായി മാറുക അങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള പ്രചരണമുണ്ട്. ആ പ്രചരണം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജനുവരി മാസം 26-ാം തീയതി ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷ വേളയിൽ അമേരിക്കൻ പ്രസിഡന്റ് ക്ഷണിച്ചു. അദ്ദേഹത്തെ കൊണ്ടുവന്നൊരു വലിയ പ്രോഗ്രാം, മെഗാ പ്രോഗ്രാം നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകാനായിരുന്നു അദ്ദേഹം ആലോചിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ആ ക്ഷണം നിരാകരിച്ചു. അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ അത്രയേറെ വ്യക്തിഗതമായ സൗഹൃദമുണ്ടെങ്കിൽ പേരെടുത്ത് വിളിച്ചുകൊണ്ട് പരസ്പരം വർത്തമാനം പറയുന്ന സൗഹൃദ ബന്ധമുണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ ആ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ നമ്മുടെ റിപ്പബ്ലിക്കൻ ദിനാഘോഷ പരിപാടിയിൽ സംബന്ധിക്കാമെന്ന് ആദ്യം സമ്മതിക്കുകയും പിന്നീട് അത് നിരാകരിക്കുകയും ചെയ്ത അവസ്ഥയുണ്ട്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു വലിയ ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നു എന്നുള്ളതല്ലാതെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്കൽ അഫയേഴ്സിൻ്റെ കാര്യം തന്നെ പരിശോധിച്ചാൽ ഇത്രയേറെ അയൽ രാജ്യങ്ങളുമായി നമ്മുടെ രാജ്യം എക്കാലവും അയൽ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തിലൂടെയാണ് നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിരുന്നത്. ഏത് അയൽ രാജ്യമുണ്ട് ഇപ്പം നമ്മളുടെ? ഏറ്റവും ഒടുവിൽ നമുക്കറിയാം മാലിയിലടക്കം ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള ഇൻ്റർവെൻഷൻ്റെ ഭാഗമായി മാലിയിൽ നമ്മുടെ പഴയ സ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞു എന്ന് അയൽ രാജ്യങ്ങളുമായി ഒരു സൗഹൃദ ബന്ധം. ഈവൻ നേപ്പാൾ ചരിത്രാതീത കാലം മുതൽ ഏറ്റവും വലിയ സൗഹൃദ ബന്ധത്തിൽ കഴിഞ്ഞത് നേപ്പാൾ പോലും ഒരു സൗഹൃദ ബന്ധം നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ ആ രീതിയിലൊരു പൂർണ്ണ പരാജയമാണെന്നാണ് പറയുന്നത്. ഇപ്പം തന്നെ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ലോക രാഷ്ട്രങ്ങൾക്കിടയിലെ വലിയൊരു സമ്പദ് ശക്തിയായിട്ട് ഇന്ത്യ മാറുമെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ധാരാളം റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകളുടെ തന്നെ പ്രസക്തിയെ സംബന്ധിച്ച് പലപ്പോഴും പാർലമെൻറ്റിൽ ചർച്ച ചെയ്തിട്ടുള്ള. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഗവൺമെൻറ് അവകാശപ്പെടുന്നത് സത്യത്തിൽ 133-ാം പൊസിഷനിൽ നിന്ന് 100-ലേക്ക് വന്നു എന്നുള്ളതാണ്. ഒരു കാര്യം ശരിയാണ്, ഈ രാജ്യത്തെ സമ്പന്ന മൂലധന ശക്തികളുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിൽ ഈ ഗവൺമെൻറ് കുറേയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെ കാര്യം, സാധാരണക്കാരനും പാവപ്പെട്ടവനും ഉൾപ്പെടെയുള്ള സാമാന്യ ജനസമൂഹത്തിൻ്റെ കാര്യം ഈ ഗവൺമെൻറ് അജണ്ടയിലേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എത്ര നിയമം ഞങ്ങൾ തന്നെ പാർലമെൻറ്റിൽ എത്ര ഫിസ്ക്കൽ ലെജിസ്ലേഷൻസാണ്, ധനസംബന്ധമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ, ഇത്ര ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്, അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ ആക്ട് അടക്കം ഇപ്പോൾ
അതുപോലെ മുഴുവൻ തൊഴിൽ നിയമങ്ങളും എല്ലാ നിയമങ്ങളും പരിഷ്കരിക്കുമ്പോഴൊക്കെ ഗവൺമെൻറ് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, വളരെ വേഗതയിൽ ബിസിനസ് നടത്താനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അവിടെ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും പാവപ്പെട്ടവരുടെയും താല്പര്യങ്ങൾ തമസ്കരിച്ചുകൊണ്ട് സമ്പന്നർക്ക് വ്യവസായം നടത്താനും ബിസിനസ് നടത്താനുമുള്ള അവസരം ഒരുക്കുക എന്ന നയമാണ് സത്യത്തിൽ. അതാണ് ഇന്ന് രാജ്യത്ത് ഉയർന്നു വന്ന ഏറ്റവും വലിയ കർഷക പ്രക്ഷോഭത്തിൻ്റെ കാര്യം. ഇപ്പോൾ മോദി ഭരണം പരാജയമാണെന്ന് താങ്കൾ പറയുമ്പോൾ കേരളത്തിലെ CPM പറയുന്നത് താങ്കൾ BJPയിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുകയാണ്, അവരെ സ്വാധീനിച്ച് ഭാവിയിൽ മന്ത്രിയാകാൻ നോക്കുകയാണ്. എന്താണ് കഥ? അതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. ഇത് CPM ഞാൻ CPMൽ എല്ലാവരുമെന്ന് ഞാൻ ഇപ്പോഴും പറയില്ല. CPMലെ ഒരു വിഭാഗം ബോധപൂർവമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി അഴിച്ചുവിട്ടിരിക്കുകയാണ്. അത് BJPയിലേക്ക് താങ്കൾ പോകാൻ പോകുന്നു എന്നുള്ള എന്ന ഒരു ബോധപൂർവമായിട്ടുള്ളൊരു പ്രധാനം. അങ്ങനെ പറയാൻ ഒരു കാരണം കൊല്ലം ബൈപ്പാസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒരു തീയതി നിശ്ചയിച്ചപ്പോൾ താങ്കൾക്ക് അതിൻ്റെ ഒരു ഇൻവിറ്റേഷൻ ഒന്നും കിട്ടാത്തതുകൊണ്ട് താങ്കൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇങ്ങനൊരു ഉദ്ഘാടനം നടക്കുന്നുണ്ടോ എന്ന് എഴുതി ചോദിച്ചത് കൊണ്ടാണ് മോദി ഇവിടെ വന്നതെന്നൊക്കെയാണ് അവർ പറയുന്നത്. അല്ല, 100% അടിസ്ഥാനരഹിതം. ഞാൻ പറയാം, നവംബർ മാസത്തോടുകൂടി കൊല്ലം ബൈപ്പാസിൻ്റെ പണി ഏറെക്കുറെ പൂർത്തീകരിക്കപ്പെട്ടു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി ശ്രീ G. സുധാകരൻ്റെ നേതൃത്വത്തിൽ മേഴ്സിക്കുട്ടിയമ്മ, പുനലൂർ MLA K. രാജു ഉൾപ്പെടെ അവിടുത്തെ മുഴുവൻ MLAമാരും മേയറും കൗൺസിലർമാരും ഉൾപ്പെടെ ഉള്ളവർ അവിടെ സന്ദർശനം നടത്തി. അതുവരെ ആരും അവിടെ സന്ദർശനം നടത്തിയിട്ടില്ല. പണി ഏതാണ്ട് 98% പൂർത്തീകരിക്കും. ഒരു വലിയ ഡെലിഗേഷൻ വന്നു, ഞാനും പങ്കെടുത്തു. അപ്പോൾ അവിടെ വെച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടന തീയതിയെ സംബന്ധിച്ചുള്ള ചർച്ചയുണ്ടായി. ആ ചർച്ചയുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട മരാമത്ത് മന്ത്രി പറഞ്ഞത് തെരുവുവിളക്കുകൾ സ്ഥാപിച്ചിട്ടില്ല. ഇത് ആരുടെ ബുദ്ധിയിലാണ് ഈ പ്ലാൻ ഉണ്ടാക്കിയത്? ഒരു ബൈപ്പാസ് ഉണ്ടാക്കുമ്പോൾ തെരുവുവിളക്ക് വേണ്ട, പാലത്തിലുണ്ട്, റോഡിൻ്റെ വശത്തില്ല. അപ്പോൾ തെരുവുവിളക്ക് സ്ഥാപിച്ചതിന് ശേഷം മാത്രമേ ഉദ്ഘാടനം ചെയ്യാൻ കഴിയൂ. തികച്ചും സാങ്കേതികമാണ്. ഇലക്ഷൻ വിജ്ഞാപനം വരുമ്പോൾ നീട്ടിക്കൊണ്ടു പോകാനാണോ അവർ? രണ്ടായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമെന്ന് ഞാൻ മനസ്സിലാക്കി. രാഷ്ട്രീയമാണ്. കാരണം ഒന്ന്, പരമാവധി ഈ പ്രവൃത്തി നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത്. അതായത് ഇലക്ഷൻ കഴിയട്ടെ എന്നുള്ളത്. കഴിയുമെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞാലും ഇവർക്ക് ഒരു രീതിയിൽ അവർ അവകാശപ്പെടുന്നത് 30% പണി UDF സർക്കാരും ബാക്കി 70% പണി അവരും ചെയ്തെന്നാണ് പറയുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നതല്ലേ അവർക്ക് നല്ലത്. അല്ല രാജേഷ്, ഞാൻ പറഞ്ഞ പോയിന്റ് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാം. പ്രധാനമന്ത്രിക്ക് ഞാൻ കത്ത് കൊടുത്തു എന്ന് നേരത്തെ രാജേഷ് സൂചിപ്പിച്ചത് അവർ പറയുന്നതാണ്. അല്ലല്ല, അവിടെ വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞു ജനകീയ ഉദ്ഘാടനം ചെയ്യും. ഷിബു ബേബി ജോണാണ് ആദ്യം പ്രഖ്യാപിച്ചത്, പിന്നീട് UDF പ്രഖ്യാപിച്ചു. ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം അനന്തമായി നീട്ടിക്കൊണ്ടുപോയാൽ ഞങ്ങൾ ജനകീയ ഉദ്ഘാടനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. ഞാൻ നിതിൻ ഗഡ്കരിയെ കണ്ടു, അദ്ദേഹം പറഞ്ഞു ജനുവരിയിൽ തന്നെ ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ചു. ഞാനത് പത്രവാർത്ത കൊടുത്തു. ആ പത്രവാർത്ത വന്ന് 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട മരാമത്ത് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രി ഫെബ്രുവരി 2 ഉദ്ഘാടനം ചെയ്യുമെന്ന് കണ്ടു. എനിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്താലും പ്രശ്നമില്ല, മരാമത്ത് മന്ത്രി ചെയ്താലും പ്രശ്നമില്ല. ഞങ്ങളുടെ ഒറ്റ കേസ്, ഇത് അനന്തമായി നീട്ടിക്കൊണ്ടു പോകാതെ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുക. നിങ്ങൾ ഉദ്ഘാടനവും സമർപ്പണവും പിന്നെ നടത്തിയാൽ മതി. ഇപ്പോൾ തിരുവനന്തപുരം ബൈപ്പാസ്, അതിൻ്റെ പണി കഴിയുന്ന ഘട്ടങ്ങൾ മുഴുവൻ തുറന്നു കൊടുക്കുകയാണ് യാത്രക്കാർക്ക്. ഇവിടെ പണി പൂർത്തീകരിക്കപ്പെട്ട് വിവിധ ഘട്ടങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടും ഗതാഗതത്തിന് തുറന്നു കൊടുക്കാതെ ക്രെയിൻ സ്ഥാപിച്ച് ബ്ലോക്ക് ചെയ്ത് ഇതൊരു വലിയ സംഭവമാക്കി പിന്നെ വളരെ കാലം കഴിഞ്ഞ് അവർ താങ്കൾ അതിൽ നിന്ന് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുമെന്ന് അവർ ഭയന്നതാണ്. തീർച്ചയായിട്ടും. കാരണം കൊല്ലം ബൈപ്പാസ് 45 വർഷം TK ദിവാകരൻ്റെ കാലയളവിൽ 972 ടോക്കൺ ബഡ്ജറ്റ് പ്രൊവിഷൻ ഉൾപ്പെടുത്തിയാണ് അത് ആറ്റിങ്ങൽ ബൈപ്പാസ് 972. സ്വാഭാവികമായും അങ്ങനൊരു ഉദ്ഘാടനം അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ, പക്ഷേ 972 അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് വന്നിട്ടുള്ള LDF UDF സർക്കാർക്കെല്ലാം തുല്യ ബാധ്യതയുണ്ട് ഇത് വൈകിയത്. തീർച്ചയായിട്ടും വൈകിയതിനകത്തൊക്കെ എല്ലാവർക്കും ബാധ്യത ഉണ്ടാകുമെന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ 3ഉം 4ഉം ഘട്ടം പൂർത്തീകരിച്ചതിലൊരു സാഹസികമായിട്ടുള്ള തീരുമാനം ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെൻറ് എടുത്തു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ദേശീയപാത 50% സംസ്ഥാനവും 50% കേന്ദ്രവും സംയുക്തമായി എടുത്തുകൊണ്ടൊരു വികസന സംരംഭം പൂർത്തീകരിക്കുന്നത്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് അത് ഉമ്മൻചാണ്ടി അങ്ങോട്ട് വെച്ച നിർദ്ദേശമാണ്. കാരണം ഒരു തരത്തിലും ബൈപ്പാസിൻ്റെ നിർമ്മാണം, കാരണം അവർ പറയുന്ന ഒരു കേസ് നാഷണൽ ഹൈവേ 66 പഴയ 47 4 വരി പാതയാക്കി വികസിപ്പിക്കുന്നതിനാവശ്യമായ ഭൂമി ഏറ്റെടുത്ത് നൽകിയാൽ മാത്രമേ അതിനോടനുബന്ധമായിട്ടുള്ള ബൈപ്പാസുകളുടെ നിർമ്മാണത്തിന് കേന്ദ്രം പണം അനുവദിക്കൂ എന്ന പുതുനയമാണ് UPA ഗവൺമെൻറ്റും എടുത്തത്, NDA ഗവൺമെൻറ്റും എടുത്തത്. അവിടെയാണ് UDF ഗവൺമെൻറ് ഒരു പുതിയ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു, ഞങ്ങൾ പകുതി എടുക്കാം നിങ്ങളും പകുതി. അങ്ങനെ ഒരു റിസ്കി ഡിസിഷൻ